നിങ്ങളുടെ വീഡിയോയും മിസ്റ്റർ ബീസ്റ്റിനെ പോലെ ആക്കണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. അതായത് സബ്സ്ക്രൈബർ ഫാമിലിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അത് കിട്ടിയാൽ പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കണ്ടൻറ് ഇഷ്ടപ്പെട്ട് വരും. അതായത് നിങ്ങൾ വീഡിയോസ് കറക്റ്റ് ലെവലിൽ ഇടണം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഫുഡിൻ്റെ ചാനലാണ് തുടങ്ങിയിരിക്കുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇട്ട് പോവുക. വ്ളോഗാണെങ്കിൽ അങ്ങനത്തെയും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ബീസ്റ്റിനാണെങ്കിൽ 400 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ആ വീഡിയോസ് സൂക്ഷിച്ച് നോക്കിയാൽ മിക്കതിനും 100 മില്യൺ വ്യൂസ് കിട്ടുന്നുണ്ട്. അതിൽ 90% സബ്സ്ക്രൈബേഴ്സാണ്. അതിൽ ബാക്കി 10% വേറെ പുതിയ വ്യൂവേഴ്സായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇത്രയും വ്യൂവേഴ്സ് മതിയെങ്കിൽ പിന്നെ ഹാഷ്ടാഗിൻ്റെ ആവശ്യമുണ്ടോ? കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ് വീണ്ടും വന്ന് കാണണമെങ്കിൽ യൂട്യൂബ് അൽഗോരിതത്തിന് അത് ഇഷ്ടപ്പെടുകയും നിങ്ങളെ ചാനൽ വീണ്ടും പ്രൊമോട്ട് ചെയ്യും. പ്രൊമോട്ട് ചെയ്യണവരുടെ കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങളെ ചാനൽ എത്തുകയും അവർ ആ വീഡിയോ CTR ക്ലിക്ക് ത്രൂ റേറ്റ് ഉപയോഗിച്ച് നിങ്ങൾ തംബ്നെയിലോ എന്തെങ്കിലും കണ്ട് അവർ ക്ലിക്ക് ചെയ്യുകയും നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് സുഖമായി വൈറലാകുകയും മിസ്റ്റർ ബീസ്റ്റിനെ പോലെ ആകാനും പറ്റും. എന്നാൽ മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ വ്യൂവേഴ്സ് ഒപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞ് നിങ്ങളൊരു കേരള ചാനൽ തുടങ്ങി നിങ്ങൾക്ക് അത്രയും വ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളെ ഹാർഡ് വർക്ക് അനുസരിച്ചിരിക്കും. അത്രേ ഞാൻ പറയുന്നുള്ളൂ.